സോ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ basil's ക്രിയേഷൻസ് കേട്ടോ. സോ നമ്മളിപ്പോൾ നിൽക്കുന്ന പറഞ്ഞാൽ ഇരുളാണ് കേട്ടോ. ഇരുളെന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് ഉള്ളിലൂടെ വന്നു. നിങ്ങൾ കുറച്ച് വഴികളൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. നമ്മളിപ്പോൾ പുൽപ്പള്ളിയിൽ നിന്നും ഇരുളത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളൊരു വ്ളോഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു വെറൈറ്റി കണ്ടന്റ് ആണ് കേട്ടോ. നമ്മുടെ ചാനലിൽ ഇതുവരെ ചെയ്യാത്തതായിട്ടുള്ള വെറൈറ്റി കണ്ടന്റ് ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുളത്ത് ഒരു വീട്ടില് കുഴൽക്കിണർ നിറഞ്ഞു പൊന്തി ഒഴുകുന്ന ഒരു കാഴ്ചയുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അതേതായാലും ഒന്ന് കണ്ടേക്കാം. ഒരു ഭൂമിയുടെ പ്രതിഭാസമാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് എല്ലായിടത്തും ഒന്നും കാണാൻ പറ്റില്ല. ഒരു അപൂർവ കാഴ്ചയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അടുത്തുള്ള ബെൽ ബട്ടൺ ജസ്റ്റ് ഒന്ന് ഓൾ ഓപ്ഷനിലേക്ക് ഇട്ടേക്കാം. അപ്പോൾ നമുക്ക് അവിടേക്ക് പോകാം. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു സാധാരണ കുഴൽക്കിണർ എങ്ങനെയാണെന്ന് നിങ്ങളെ ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇപ്പൊ നിങ്ങൾക്ക് കാണാമായിരിക്കും, സ്വാഭാവികമായിട്ട് സാധാരണ ഒരു കുഴൽക്കിണറാണ് കേട്ടോ. അപ്പൊ നമുക്ക് അവിടെ ചെന്നിട്ട് അവിടെയുള്ള കുഴൽക്കിണർ എങ്ങനെയാണ് കാണാം. ഞാനും കണ്ടിട്ടില്ല, ഞാനും എക്സൈറ്റഡ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കുഴൽക്കിണർ ഇങ്ങനെ പൊന്തി വെള്ളമൊക്കെ മുകളിലോട്ട് ചീറ്റാന്നൊക്കെ പറയുമ്പോൾ അതൊരു വല്ലാത്തൊരു അപൂർവ കാഴ്ച തന്നെയല്ലേ. അപ്പൊ നമുക്ക് ഏതായാലും അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുകയാണ് നമ്മള്. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് ഇനി ബാക്കി കാണാം കേട്ടോ. അപ്പൊ ഏതായാലും നമുക്കിനി 2 പാട്ടൊക്കെ കേട്ട് അങ്ങോട്ട് പോയേക്കാം. എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്കൊന്ന് നേരിട്ട് കാണാമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബത്തേരിയിൽ നിന്നോ പുൽപ്പള്ളിയിൽ നിന്നോ ഇവിടേക്ക് വരത്താം കേട്ടോ. അപ്പോൾ നമ്മൾ ആ വന്ന വഴി എന്ന് പറഞ്ഞാൽ പുൽപ്പള്ളി ടു ബത്തേരി റോഡാണ് കേട്ടോ. അപ്പോൾ അവിടുന്ന് പുൽപ്പള്ളിയിൽ നിന്ന് ഏകദേശം 8.2 കിലോമീറ്റർ ആട്ടോ. അതുപോലെ ബത്തേരിയിൽ നിന്ന് ഏകദേശം 19 കിലോമീറ്റർ കേട്ടോ. സോ ഈ ഇരുളത്തെ വീട്ടിലേക്ക് എത്തിപ്പെടണമെങ്കിൽ കുറച്ച് റിസ്ക് ആണ് കേട്ടോ. ഇതുപോലെയുള്ള ഓഫ് റോഡ് വഴിയിലൂടെ ഒക്കെ പോകേണ്ടതുണ്ട്. പക്ഷെ ഈ പച്ചപ്പേറിയ മരങ്ങളുടെ ഇടയ്ക്കൂടെ ഒക്കെ പോകാൻ വേറൊരു വൈബാണ് കേട്ടോ. അപ്പോൾ അഥവാ ഇവിടെ എത്തിപ്പെടാൻ പറ്റാത്തവരുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോയിലൂടെ ഞാൻ എല്ലാം കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് കാണാം കേട്ടോ. അപ്പോൾ ഇവിടെ വരണം എന്നുള്ളവരാണെങ്കിലും ഇത് ഫുള്ള് കാണുക കേട്ടോ. എന്നാലാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഏതായാലും നമുക്കിനി അങ്ങോട്ട് എല്ലാം അങ്ങ് പോയേക്കാം. ഓഫ് റോഡാണ് കേട്ടോ. നമുക്ക് പതിയെ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ മരങ്ങളുടെ ഇടയിലൂടെയൊക്കെ നമുക്കങ്ങ് പോയേക്കാം. ഉണ്ടല്ലോ, അതിലെ വന്ന് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു അടുത്തൊരു വീട്ടില് ഏകദേശം കുറച്ച് നാളായിട്ടോ, അത് നമുക്ക് കൃത്യമായിട്ടില്ല, ആരെങ്കിലും കാണുവാണെങ്കിൽ നമുക്ക് ചോദിക്കാം. അപ്പോൾ അവിടെ കുഴൽക്കിണർ നിറഞ്ഞൊഴുകുകയാണ് കേട്ടോ. കുറേ നാളായി എന്നാണ് പറയുന്നത്, വേനലിലും മഴയത്തും എല്ലായ്പ്പോഴും. അപ്പോൾ നമുക്ക് അതൊന്ന് കണ്ടേക്കാം. അപ്പോൾ ആ കാഴ്ചകളൊക്കെ നമുക്ക് പോയി കാണാം. ഓക്കെ, നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ വന്നു. അങ്ങനെ ഇവരുടെ വീട്ടിലെത്തിട്ടോ. കുഴൽക്കിണർ നിറഞ്ഞൊഴുകുന്ന ആ വീട്ടിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇവിടെ വീട് നിങ്ങളെ കാണിച്ചു തരാം. ഇവിടെ വീട്ടിൽ ആരുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ താഴെ നമുക്ക് അറിയുന്ന ഒരു ചേട്ടനെ കണ്ടു. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ആ ചേട്ടനെ വിളിച്ചുകൊണ്ടൊന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഏതായാലും താഴോട്ട് ഇറങ്ങി അവിടുത്തെ ആ കുഴൽക്കിണർ നിറഞ്ഞു പോകുന്നു. നമുക്ക് ഏതായാലും താഴോട്ട് അവിടെ ചേട്ടനുണ്ട് താഴെ. അപ്പോൾ നമുക്ക് ഏതായാലും പോകാം. കൂടെ അനിയനൊക്കെ ഉണ്ട് കേട്ടോ. വാ. ഇവന്റെ കഴിഞ്ഞ വീഡിയോയിൽ ഇവന്റെ പേരെന്ന് പറഞ്ഞായിരുന്നു. ഇതിന്റെ പേരെന്ന് പറഞ്ഞാൽ ബെനറ്റ് എന്നാട്ടോ. അപ്പോൾ ഏതായാലും നമുക്ക് ഇവനെയൊക്കെ കൂട്ടി നമുക്ക് താഴെ പോയിട്ട് ചോദിക്കാം. ചേട്ടന്റെ പേരെന്താ? നിഖിൽ എന്നാട്ടോ ചേട്ടന്റെ പേര്. കുറച്ച് അടുത്തേക്ക് വാ. അപ്പോ നമുക്ക് ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുമായിരിക്കും. നിങ്ങളെ കുറച്ച് വീഡിയോ എടുത്തോ. വരുമ്പോൾ കഴിഞ്ഞിട്ട് തന്നെ എന്ത് കാര്യം എടുക്കാൻ പറ്റാതെ.
അകത്തോട്ട് പോകണ്ട. ഇത് ഇങ്ങനെ വെള്ളം ഇതിന് മുകളിൽ നിൽക്കുന്ന വെള്ളം ഇങ്ങനെ കുഴിച്ച് പൈപ്പൊന്നും ഇങ്ങനെ ഊറ്റുക. ഊതി കഴിയുമ്പോൾ വെള്ളം അടുക്കളയിലെ വെള്ളം അപ്പോൾ അതൊക്കെ നിങ്ങൾ കണ്ടല്ലോ അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ചേട്ടനോട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം. ഇതിപ്പോൾ എത്ര നാളായി നിറഞ്ഞു തുടങ്ങിയിട്ട്? 25 വർഷം. 25 വർഷമായി. 25 വർഷമായിട്ട് ഇവിടെ നിറഞ്ഞു പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിത് ഇപ്പോഴാണ് അറിഞ്ഞത്. നിങ്ങളൊന്ന് നോക്കിയേ, ഇതിപ്പോൾ എത്ര പേരെടുക്കുന്നുണ്ടാവും ഇവിടുന്ന് വെള്ളം? 10-20 വീട്ടുകാരെടുക്കുന്നുണ്ട്. ഏകദേശം 10-20 വീട്ടുകാർ ഇവിടുന്ന് വെള്ളം എടുക്കുന്നുണ്ട് അങ്ങനെ ഓസിട്ടിട്ടൊക്കെ. പിന്നെ അതുപോലെ ഇതിന്റെ തൊട്ട് താഴേന്ന് എല്ലാവരും വന്ന് അവിടെ അലക്കുന്നുണ്ട്. ഈ വെള്ളം ഇവിടെ താഴേക്കൊരു കുഴി പോലെ ആക്കിയിട്ട് അവിടേക്ക് അട്ടത്തുണ്ട് ചാടുന്നത്. അപ്പൊ അവിടെ നിന്നാണ് എല്ലാവരും അലക്കല് അങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യുന്നത് ഇവിടെയുള്ള കുറച്ച് പേരൊക്കെ. അതുപോലെ തന്നെ ഇവിടെ ഇപ്പൊ ഇങ്ങനെ ടാങ്ക് പോലെ കെട്ടിയിട്ടുണ്ട്. അവിടെ കുഴൽ കിണറുണ്ട്. അതിൽ നിന്ന് വെള്ളം നല്ല ഫോഴ്സിൽ വന്ന് ഇതിലേക്ക് ചാടുന്നു. ഇവിടുന്ന് ഏകദേശം ഇവിടെയുള്ള വീട്ടുകാരൊക്കെ ഇതിൽ നിന്നാണ് വെള്ളം എടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിന്റെ താഴെ നിന്ന് അതിലേക്ക് വെള്ളം പോയി അവിടുന്ന് താഴത്തൂടെ ഒരു പൈപ്പ് ഇട്ടുണ്ടോ, അതൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. അപ്പൊ അവിടേക്ക് ചാടുമ്പോൾ അവിടുന്ന് ആൾക്കാർ കുളിക്കാനായിട്ട് വെള്ളം എടുക്കുന്നു. അതുപോലെ അവിടെ വന്ന് അലക്കുന്ന അങ്ങനെയുള്ള പരിപാടികളൊക്കെ അതിന്റെ താഴെയാണ് ചെയ്യുന്നത്. ചെറിയൊരു കുഴി പോലെ അതിനകത്തേക്ക് വെള്ളം ചാടുകയാണ് ചെയ്യുന്നത്. അപ്പോ ഇതാണ് ഇതിന്റെ പ്രവർത്തനം. നിഖിൽ ചേട്ടനെ ഇതിനെ കുറിച്ച് അറിയുന്നതാണ്. അപ്പൊ നമുക്ക് ഒന്ന് ചോദിക്കാം. പറഞ്ഞോ. അപ്പോ ഈ ഒരു ഓസിന്ന് വെള്ളം പോയിട്ട് അവിടെ ചെന്ന് തിരിക്കും ആൾക്കാരുടെ വീട്ടിലേക്കുള്ള വെള്ളം പോകാനുള്ളതൊക്കെ. അങ്ങനെ ഇവിടുന്ന് ആ ഭാഗത്തേക്കുള്ള വീട്ടുകാർക്ക് വെള്ളം, പിന്നെ ഈ ഭാഗത്തേക്കുള്ള വെള്ളമൊക്കെ ഇവിടെ നിന്നാണ് എടുക്കുന്നത്. ഈ വേനൽക്കാലത്തൊക്കെ ഈ വെള്ളം പറ്റാതെ ഇങ്ങനെ ഒഴുകുന്നുണ്ട്. അവർക്കൊക്കെ വെള്ളത്തിനും കുടിവെള്ളത്തിനൊക്കെ ഈ വെള്ളം ആവശ്യമായിരിക്കും. പറഞ്ഞോ. ഇവിടുന്ന് ഈ വെള്ളം വരുന്ന ഇവിടുന്ന് അലക്കാനും പശുക്കളെ കുളിപ്പിക്കാനും പിന്നെ ആൾക്കാർക്ക് വണ്ടി കഴുകാനും പിന്നെ വെള്ളമൊക്കെ അടിക്കുന്നൊക്കെ ഉണ്ട്. കുടിവെള്ളം കോളനികളിലൊക്കെ വണ്ടിയിൽ വന്ന് വെള്ളം അടിക്കുന്നൊക്കെ ഇവിടുന്നാണ്. അപ്പൊ ഇവിടെ പറഞ്ഞാൽ വണ്ടി കഴുകാനും കോളനികളിലൊക്കെ വെള്ളം പോകുന്നതൊക്കെ ഇവിടുന്നാണ് കേട്ടോ. ഇവിടെ കുറെ വെള്ളം ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും ഇത് ഉപകാരമാണ് കേട്ടോ ഒരു കണക്കിന് പറയുമ്പോൾ. വേനൽക്കാലത്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പലയിടത്തും വെള്ളം വറ്റുന്ന സമയത്ത് ഇവിടെ എപ്പോഴും വെള്ളമായിരിക്കും കേട്ടോ. അതാണ് ഇവിടുത്തെ ഗുണം. ഏകദേശം 25 വർഷമായിട്ട് അതാണ് പോയിന്റ് കേട്ടോ, ഇതിന്റെ മെയിൻ പോയിന്റ്. വേനലിലൊക്കെ ഉണ്ടല്ലോ ഇവിടുന്നാണ് കേട്ടോ പലയിടത്തും വെള്ളം വറ്റുമ്പോൾ ഇവിടുന്നാണ് പഞ്ചായത്തില് വണ്ടിയിലൊക്കെ വെള്ളം കൊണ്ടുവന്ന് ഇവിടുന്നാണ് കേട്ടോ. ഇവിടുന്ന് വെള്ളം എടുത്തിട്ടാണ് കൊണ്ടുപോകുന്നത്. അതൊക്കെ വലിയൊരു അനുഗ്രഹമാണ് കേട്ടോ പലർക്കും. അങ്ങനെ ഇതൊക്കെ നിങ്ങളെ കണ്ടല്ലോ അല്ലെ. ഇതൊക്കെ ഭയങ്കര അപൂർവമായി കാണുന്ന കാഴ്ചകളാണ് കേട്ടോ. എല്ലായിടത്തും ഇങ്ങനെ കിട്ടുമൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പിന്നെ നമുക്കിനി നേരെ താഴോട്ട് പോവാം. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി താഴെ ചെന്നിട്ട് അവിടത്തെയും കൂടെ നോക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ ഇവിടുത്തെ കാഴ്ച. നമുക്ക് താഴോട്ട് ഏതായാലും പോയി നോക്കാം. അതുപോലെ നമ്മൾ പ്രത്യേകമായിട്ട് നോക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വെള്ളമൊക്കെ പോകുന്ന കാണാൻ പറ്റിയിരിക്കും. സ്വാഭാവികമായിട്ട് സാധാരണ ഒരു കുഴൽക്കിണറിന് മോട്ടർ വെച്ചാണ് വീട്ടിലേക്കൊക്കെ വെള്ളം അടിക്കുക. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും ഒരു മോട്ടർ ഇല്ലാത്ത ഭൂമിന്റെ അടിയിൽ നിന്ന് വെള്ളം തള്ളി പുറത്തേക്ക് വരികയാണ് കേട്ടോ. ഇവിടെ ഒരു പൈപ്പ് വെച്ചാണ് ഇതിനകത്തേക്ക് വിട്ടേക്കുന്നത്. ഇല്ലെങ്കിൽ വെള്ളം മുകളിലോട്ട് തീറ്റും. അപ്പൊ ഏതായാലും ഇതൊരു അപൂർവ കാഴ്ച തന്നെ കേട്ടോ. എനിക്ക് കണ്ടിട്ട് കണ്ണ് തള്ളിപ്പോട്ടോ. സംഭവം കിട്ടില്ലേ. നമുക്ക് ഏതായാലും താഴോട്ട് പോവാം. അപ്പൊ നമ്മൾ ഇറക്കിറങ്ങി പോകുന്ന അവിടേക്ക് തന്നെ കേട്ടോ. ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് അവിടുന്ന് തന്നെ ഒഴുകി വരുന്ന വെള്ളം കേട്ടോ. ആ പൈപ്പിലൂടെ വന്ന് ഇവിടേക്ക് ഇങ്ങനെ ചാടും. അപ്പൊ ഇവിടുന്ന് പലരും കുളിക്കാനും അതുപോലെ ഇവിടെ കുറെ കല്ലൊക്കെ കാണാം. അവിടെ അലക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതുപോലെ വണ്ടി കഴുകാനായിട്ടും അങ്ങനെ പലരൊക്കെ ഉപയോഗിക്കുന്ന വെള്ളമാണ് കേട്ടോ. നല്ല ഫോഴ്സിലാട്ടോ വെള്ളം വരും. നല്ല ഫോഴ്സാണ്. ഇതിലെ നമ്മള് ഇവിടെ വീട്ടിൽ വന്നപ്പോ ഇവിടെ ആരും ഇല്ലായിരുന്നു കേട്ടോ. അപ്പൊ നമുക്ക് എന്തെങ്കിലും പറഞ്ഞു തരാനൊക്കെ ആയിട്ട് തൊട്ടടുത്ത വീട്ടിലെ
നിഖിൽ എന്ന് പറഞ്ഞ ചേട്ടൻ കേട്ടോ. ചേട്ടൻ കുറെ നാളായി ഇവിടെ തന്നെ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പറഞ്ഞു തരാനായിട്ട് ഈ നിഖിൽ ചേട്ടനാണ് വന്ന് നമുക്ക് സഹായിച്ചത്. അപ്പോൾ ചേട്ടാ, ഒരു കൊറോണ ഒക്കെ ആയതുകൊണ്ട് നമുക്ക് കൈ കൊടുക്കലൊന്നുമില്ല, എന്നാലും ഇത് പോയിട്ട് സാനിറ്റൈസറൊക്കെ ഒന്ന് ഇട്ടാൽ കേട്ടോ. അപ്പോൾ ഏതായാലും നമ്മളിനി പോവാണ്. അതുപോലെ ഇവിടെ ഒരു കുളത്തിൽ മീനുണ്ട് കേട്ടോ, നിങ്ങളെ കാണിച്ചു തരാം. കുറേ നാളായില്ലേ അത്? കുറേ നാളായില്ലേ? കുറേ നാളായി. അപ്പോൾ അതിനകത്ത് ഒരിടയ്ക്ക് കുറേ ചത്ത് പൊങ്ങിയെന്നൊക്കെ പറഞ്ഞു. ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ അതും കൂടെ നമുക്ക് കണ്ടേക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ എന്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇതൊരു വെറൈറ്റി കണ്ടന്റ് ആണ്, ഒരു അപൂർവമായിട്ടുള്ള കണ്ടന്റ് ആണ് കേട്ടോ. പെട്ടെന്ന് നിങ്ങൾക്ക് എവിടെയും കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയൊന്നുമല്ല. അപ്പോൾ നിങ്ങൾ ഇത് എവിടെയെങ്കിലും കണ്ടിട്ടൊക്കെ ഉണ്ടെങ്കിലൊക്കെ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ആയി എന്റെ വീഡിയോ എങ്ങനെയാണെന്നൊക്കെ ഒന്ന് അഭിപ്രായം പറയാം കേട്ടോ. അതുപോലെ ഒന്ന് ലൈക്ക് അടിക്കാം കേട്ടോ, ലൈക്ക്. അതുപോലെ ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ വീട്ടിലുള്ള ആളുകളെയും ഫ്രണ്ട്സിനെയും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എല്ലാവരിലേക്ക് എത്തിക്കുക കേട്ടോ. ഒരു അപൂർവം സംഭവമാണ്. ഇപ്പോൾ കണ്ടല്ലോ, ഏകദേശം 25 വർഷം കേട്ടോ, നിങ്ങൾ ഓർക്കണം. പൊളിക്രാക്ക്. അപ്പോൾ നമുക്ക് ഏതായാലും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇവിടെ കാണിക്കുന്നില്ല, ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ജസ്റ്റ് കേട്ടോ, എന്നിട്ട് അടുത്തുള്ള ബെൽ ബട്ടൺ ജസ്റ്റ് ഒന്ന് ഓൾ ഓപ്ഷനിൽ ഇട്ടേരെ കേട്ടോ. അപ്പോഴാണ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി ലഭിക്കത്തുള്ളൂ. സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ബൈ.